ഇനി ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 9th സ്റ്റാൻഡേർഡ് ഫിസിക്സിന്റെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗ്രാവിറ്റേഷന്റെ ലെറ്റ്സ് അസസ്സുമായിട്ടാണ്. അപ്പൊ ഇതുവരെയുള്ള ഭാഗങ്ങൾ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപകാരപ്രദമായിരിക്കും. അതേപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ലിഫ്റ്റഡ് ഫ്രം ദി സെന്റർ ഓഫ് ദി എർത്ത് to its surface, will the mass and weight of the object change? ജസ്റ്റിഫൈ ദി ആൻസർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഒരു ഭൂമിയുണ്ട് അല്ലെ, നമുക്ക് ഭൂമിയുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒറ്റൊരു മിനിറ്റ് ഒന്ന് പെണ്ണെടുത്തോട്ടെ. ഓക്കെ, ആ ഭൂമി എടുക്കുകയാണെങ്കിൽ ആ ഭൂമിന്റെ സെന്ററിൽ നിന്ന് സർഫസിലേക്ക് പോകും തോറും മാസിനും വെയിറ്റിനും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? യെസ്, വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. എന്തിനാ വ്യത്യാസം ഉണ്ടാവുക? വെയിറ്റിനായിരിക്കും വ്യത്യാസം ഉണ്ടാവുക അല്ലെ. വെയിറ്റ് എന്തായിരിക്കും? വെയിറ്റ് ചേഞ്ചസ് അല്ലെ. ബട്ട് എന്താണ്? ബട്ട് മാസ് എന്താണ്? മാസ് റിമെയിൻ കോൺസ്റ്റന്റ് അല്ലെ. മാസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. എന്തുകൊണ്ടാ മാസ് കോൺസ്റ്റന്റും വെയിറ്റ് ചേഞ്ചും ആവാൻ കാരണം? നമുക്കറിയാം അല്ലെ, മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചന്ദ്രനിൽ കൊണ്ടുപോയാലും ജൂപ്പിറ്ററിൽ കൊണ്ടുപോയാലും സാറ്റേണിൽ കൊണ്ടുപോയാലും ഭൂമിയിലേക്ക് കൊണ്ടുപോയാലും എവിടെ കൊണ്ടുപോയാലും മാസ് എന്ന് പറയുന്നത് എന്താ? കോൺസ്റ്റന്റ് അല്ലെ. മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം മാറ്റർ അതിലുണ്ട് എന്നുള്ളതിനെയാണ് മാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ മാസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ ഈ വെയിറ്റ് എന്ന് പറയുന്ന ആൾ ചേഞ്ച് ചെയ്യും. എന്തുകൊണ്ടാ? ഈ സെന്ററിൽ അല്ലെ, ഈ സെന്ററിൽ ജിന്റെ വില എന്തായിരിക്കും? 0 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അറ്റ് ദ സെന്റർ ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? 0 ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ മേലോട്ടേക്ക് പോകും തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്താ ചെയ്യുന്നത്? ജി കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വെയിറ്റ് എന്തായിരിക്കും? എഫ് ഇസ് ഈക്വൽ ടു എം ജി വെച്ച് ചെയ്യുകയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു മാസ് എന്തോ ആയിക്കോട്ടെ ഇൻറ്റു ജി ഇവിടെ 0 ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഫോഴ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ വെയിറ്റ് അല്ലെ, സെന്ററിലുള്ള വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആയിരിക്കും. പക്ഷെ ഇവിടുത്തെ വെയിറ്റ് 0 ആയിരിക്കും, ഇവിടുത്തെ വെയിറ്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് പറയാനായിട്ട് പറ്റും? സെന്ററിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ സർഫസിലേക്ക്, ഭൂമിയുടെ സർഫസിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാസ് എന്താണ്? മാസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. പക്ഷെങ്കിൽ എന്താണ്? വെയിറ്റിന് എന്ത് സംഭവിക്കുന്നുണ്ട്? വെയിറ്റ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം, എന്നിട്ട് ആൻസർ എങ്ങനെ എഴുതണ്ടേ നോക്കാം. If an object is lifted from the center of the earth to its surface, will the mass and weight of the object change? ജസ്റ്റിഫൈ ദി ആൻസർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഞാൻ പറഞ്ഞ ആൻസർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇവിടെ ആൻസർ എന്താ എഴുതേണ്ടത്? യെസ്, ദി മാസ് അല്ലെ. ദി മാസ് എന്താകുന്നുണ്ട്? ദ മാസ് റിമെയിൻ കോൺസ്റ്റന്റ് അല്ലെ. ദ മാസ് റിമെയിൻ കോൺസ്റ്റന്റ് അല്ലെ. മാസ് എന്ത് ചെയ്യുന്നുണ്ട്? കോൺസ്റ്റന്റ് ആയി തുടരുന്നുണ്ട്. ബട്ട് എന്താണ്? ബട്ട് ദി എന്താ മാറുന്നത്? ബട്ട് ദി വെയിറ്റ് ചേഞ്ചസ് അല്ലെ. ബട്ട് ദി വെയിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ചസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാ ചേഞ്ച് ചെയ്യുന്നത്? നമുക്കറിയാം ആക്സിലറേഷൻ. ബിക്കോസ് എഴുതിക്കോളെ. ബിക്കോസ് ആക്സിലറേഷൻ അല്ലെ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് 0 അല്ലെ. ഈസ് 0 at the center of the earth. is 0 at the center of the earth അല്ലെ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്തിന്റെ സെന്ററിൽ എന്താണ്? 0 ആണ് അല്ലെ. ആൻഡ് ഇൻക്രീസസ് എപ്പോഴാ? ഇവിടെ കോമ മതിയെ, ചെറിയ കേട്ടോ. ആൻഡ് ഇൻക്രീസസ് എപ്പോഴാ ഇൻക്രീസ് ചെയ്യാ? നമ്മള് സെന്ററിൽ നിന്ന് സർഫസിലേക്ക് പോകും തോറും അല്ലെ. ആൻഡ് ഇൻക്രീസസ് ആസ് യു മൂവ് ടുവേർഡ്സ് ദി സർഫസ് അല്ലെ. സർഫസിലേക്ക് പോകും തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട് അല്ലെ. നമുക്കറിയാം അല്ലെ. സിൻസ് എന്താണ്? സിൻസ് weight is equal to m into g. m into g ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ at center അല്ലെ, at center weight അല്ലെ, weight will be equal to എന്താ? 0 അല്ലെ. that means force will be equal to 0. പക്ഷെങ്കിൽ അല്ലെ, but on the surface എന്താണ്? വെയിറ്റ് അല്ലെ. വെയിറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എന്താണ്? 0 ആണ്. ക്ലിയർ ആണല്ലോ? ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം വെച്ചിട്ട്, ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത് വെച്ചിട്ട് ജസ്റ്റ് എങ്ങനെ എഴുതണ്ടേന്ന് നിങ്ങളൊന്ന് നോക്കിയാലും മതി കേട്ടോ. ഓക്കെ, മാസ് കോൺസ്റ്റന്റ് ആയിരിക്കും,
പക്ഷെ വെയിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം ഏർത്തിന്റെ സെന്ററിൽ ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. പക്ഷെ സർഫസിലേക്ക് പോകുന്തോറും അത് കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പൊ സെന്ററിൽ എന്താണ്, വെയിറ്റ് 0 ആയിരിക്കും. പക്ഷെങ്കിൽ എന്താണ്, സർഫസിൽ വെയിറ്റ് 0 ആയിരിക്കൂല. അപ്പൊ വെയിറ്റിന് എന്ത് സംഭവിക്കുന്നുണ്ട്, വെയിറ്റ് ചേഞ്ചസ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The weight of an object of mass 5 kg is determined using a spring balance. ഒരു മാസ് ഉണ്ട്, 5 kg ആണ് വരുന്നത്. അതിന്റെ വെയിറ്റ് എങ്ങനെയാ മനസ്സിലാക്കിയത്, സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ടാണ്. ഇഫ് ദി ഒബ്ജക്റ്റ് ആൻഡ് ദ സ്പ്രിംഗ് ബാലൻസ് ആർ ഡ്രോപ്ഡ് ഡൗൺ ടുഗെദർ, അപ്പൊ ആ ഒരു ഒബ്ജക്റ്റും സ്പ്രിംഗ് ബാലൻസും ഒരുമിച്ച് താഴേക്ക് ഇടുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ വാട്ട് വിൽ ബി ദ വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് വൈൽ ഫാളിംഗ് ഡൗൺ, വാട്ട് ഈസ് ദ റീസൺ? അപ്പൊ ഒരു സ്പ്രിംഗ് ബാലൻസിൽ ഒരു 5 കിലോ ഉള്ള എന്തോ ഒരു മാസിനെ തൂക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് രണ്ടും ഒരുമിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, മേലെ നിന്ന് താഴേക്ക് ഇടുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ കാണിക്കുന്ന വെയിറ്റ് എത്രയായിരിക്കും? അതിന്റെ റീസൺ എന്താന്നാ ചോദിച്ചത് അല്ലെ. ഈ സെയിം ടൈപ്പ് ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ എന്തിൽ പഠിച്ചിട്ടുണ്ട്, വെയിറ്റ്ലെസ്നെസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫ്രീ ഫാൾ ആൻഡ് വെയിറ്റ്ലെസ്നെസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് സ്പ്രിംഗ് ബാലൻസ് ആണ് എന്ന് വിചാരിക്കുക. സ്പ്രിംഗ് ബാലൻസിൽ ഒരു 5 കിലോ ഞാൻ തൂക്കിയിട്ടുണ്ട് അല്ലെ. ഇത് സ്പ്രിംഗ് ബാലൻസ് ആണ്. അപ്പൊ ഇതിനെ പെട്ടെന്ന് നമ്മൾ താഴേക്ക് ഇടുമ്പോൾ ഇവിടുത്തെ റീഡിങ് എത്രയായിരിക്കും കാണുക? ഇവിടുത്തെ റീഡിങ് 0 ന്യൂട്ടണിലായിരിക്കും കാണിക്കുക. എന്തുകൊണ്ടാണ് 0യിൽ കാണിക്കുന്നത്? യെസ്, പെട്ടെന്ന് താഴേക്ക് ഇടുമ്പോൾ അവിടുത്തെ വെയിറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലെ. ഇതിനെയാണ് നമ്മൾ വെയിറ്റ്ലെസ്നെസ് അല്ലെങ്കിൽ ഫ്രീ ഫോൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ എന്ത് ചെയ്താം? യെസ്, വെയിറ്റ് വിൽ ബി ഈക്വൽ ടു അല്ലെ, വെയിറ്റ് അല്ലെ, വെയിറ്റ് വിൽ ബി ഈക്വൽ ടു 0 ന്യൂട്ടൺ. അതിന്റെ കാരണം എന്താണ്? ബോത്ത് അല്ലെ, എന്ത്, ബോത്ത് ദി എന്തൊക്കെ, ഒബ്ജക്റ്റ് അല്ലെ, ബോത്ത് ദി ഒബ്ജക്റ്റ് ആൻഡ് ദി സ്പ്രിംഗ് ബാലൻസ് അല്ലെ, ബോത്ത് ദി ഒബ്ജക്റ്റ് ആൻഡ് ദി സ്പ്രിംഗ് ബാലൻസ്. സ്പ്രിംഗ് ബാലൻസും ഒബ്ജക്റ്റും എന്തിലാണുള്ളത്? ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഫ്രീ ഫാൾ അല്ലെ. സ്പ്രിംഗ് ബാലൻസ് ആർ അല്ലെ എന്തിലാണുള്ളത്? ആർ ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഫ്രീ ഫാൾ അല്ലെ, ആർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഫ്രീ ഫാൾ അണ്ടർ ഗ്രാവിറ്റി, അപ്പൊ ഫ്രീ ഫാൾ ആവുമ്പോ എന്താണ്? യെസ്, ദേ ഫോൾ വിത്ത് ദി സെയിം ആക്സിലറേഷൻ. അപ്പൊ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടുത്തെ സ്ട്രെച്ചിങ് ഫോഴ്സ് അല്ലെ, ബാലൻസിങ്, സ്പ്രിംഗ് ബാലൻസിന്റെ സ്ട്രെച്ചിങ് ഫോഴ്സ് എന്താണ്? അവിടെ 0 ആണ്. അപ്പൊ ഇത് ഈ കണ്ടീഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? വെയിറ്റ്ലെസ്നെസ്. ദാറ്റ് മീൻസ് വെയിറ്റ്ലെസ്നെസ് അല്ലെ, വെയിറ്റ്ലെസ്നെസ് കണ്ടീഷൻ. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങളുടെ രീതിയിൽ തന്നെ ആൻസർ ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Will there be a change in the mass and weight of an object brought to the moon from the earth? Justify the answer. ഇതിന്റെ ആൻസർ എന്ത് പറയാം? നമ്മൾ നേരത്തെ സംഭവം തന്നെ അല്ലെ, മാസ് ഭൂമിയിലാണെങ്കിലും ചന്ദ്രനിലാണെങ്കിലും മാസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. പക്ഷെ വെയിറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? വെയിറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും വെയിറ്റിൽ വ്യത്യാസം വരുന്നത്? വെയിറ്റ് എന്ന് പറയുന്നത് ആരെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിൽക്കുന്നത്? ജീനെ അല്ലെ. ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ? ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ. അപ്പൊ ജി, എർത്തിലുള്ള ജി വേറെയാണ്, മൂണിലുള്ള ജി വേറെയാണ്. അപ്പൊ ഇത് മാറുമ്പോ എന്ത് സംഭവിക്കും? വെയിറ്റിൽ വ്യത്യാസം വരും അല്ലെ. അപ്പൊ നമുക്കിവിടെ ആൻസർ എങ്ങനെ എഴുതാം? യെസ്, മൂണായാലും ഏർത്ത് ആയാലും അല്ലെ, മൂണായാലും ഏർത്ത് ആയാലും എന്താ? മാസ് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. മാസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. മാസ് remains constant if the object is on earth or moon അല്ലെ. earth or moon ആയിക്കോട്ടെ earth ആയിക്കോട്ടെ, മാസ് എന്ന് പറയുന്ന ആളെന്താ? കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെങ്കിൽ വെയിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? വെയിറ്റ് ചേഞ്ചസ്. എന്തുകൊണ്ടാ വെയിറ്റ് ചേഞ്ചസ് ചെയ്യുന്നത്? ബിക്കോസ് എന്താണ്? ജി ഡിഫേഴ്സ് ഇൻ earth and moon അല്ലെ. ജി ഡിഫേഴ്സ് ഇൻ earth and moon. ഏർത്തിലുള്ളയും മൂണിലുള്ളയും ജി എന്താണ്? ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ ഏർത്തിലുള്ള ജി ആണെങ്കിൽ മൂണിലുള്ള അത് എത്രയായിരിക്കും? G/6 അല്ലെ. ഏർത്തിന്റെ പകുതി /6 അല്ലെ, അത്രയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഏർത്തിലും മൂണിലാണെങ്കിൽ മാസ് സെയിം ആയിരിക്കും, പക്ഷെങ്കിൽ എന്താണ്? വെയിറ്റ് മാറും അല്ലെ. കാരണം ജീന് F = mg ആണ് അല്ലെ. അപ്പൊ ഈ ജി മാറുമ്പോ എന്താണ്? നമ്മളുടെ ഫോഴ്സ് അല്ലെങ്കിൽ വെയിറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ ആണല്ലോ?
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. ഇനി കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കാം. An object is allowed to fall from the top of a tower of height 100 meter. ഒരു 100 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ടവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒബ്ജക്റ്റിനെ താഴേക്ക് ഇടുന്നുണ്ട്. At the same time, another object was thrown vertically up with a velocity 25 meter per second in order to collide with the object falling down. Okay, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. ഭയങ്കര വരയൊന്നല്ലെങ്കിലും ഞാൻ അത്യാവശ്യം മനസ്സിലാക്കി തരാം. ഒരു ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? 100 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ താഴേക്ക് ഇട്ട്, ഓക്കെ, ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക, ഈ ഒരു ഒബ്ജക്റ്റിനെ താഴേക്ക് ഇട്ട് അതേപോലെ തന്നെ മേലെ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒബ്ജക്റ്റിനെ മേലേക്ക് എറിയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിനെ താഴെ ഇടുന്ന അതേ സമയം തന്നെ ഒരു ഒബ്ജക്റ്റിനെ മേലേക്ക് എറിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവര് രണ്ടാളും കൂട്ടിമുട്ടുന്ന സമയം എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താ ചെയ്യേണ്ടത്? ഇവര് രണ്ടാളും കൂട്ടിമുട്ടുന്ന സമയം മാത്രമല്ല വേറെയും കാണാനുണ്ട്. ടൈം കാൽക്കുലേറ്റ് ചെയ്യണം, ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഇത് തന്നെ നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ടൈമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നോക്ക്, ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഒബ്ജക്റ്റിന് ഇടുകയാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി അല്ലെ, യു എത്രയായിരിക്കും? യു 0 ആയിരിക്കും അല്ലെ. ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ എത്രയാ പറഞ്ഞത്? 25 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് മേലോട്ടേക്ക് എറിയുന്നത്. എന്താണ്? 25 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് മേലോട്ടേക്ക് എറിയുന്നത്. അങ്ങനെയാണെങ്കിൽ താഴേന്ന് മേലോട്ടേക്ക് എറിയുകയും മേലേന്ന് താഴേക്ക് ഇടുകയോ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഏതോ ഒരു പോയിന്റിൽ അല്ലെ, ഇങ്ങനെ വന്ന് ഏതോ ഒരു പോയിന്റിൽ വെച്ച് എന്ത് ചെയ്യുന്നുണ്ടാവും? കൂട്ടിമുട്ടുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള സമയം കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇവിടെയുള്ള സമയം കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇപ്പൊ നമുക്ക് സമയം കാണണം അല്ലെ. സമയം കാണണമെങ്കിൽ നമുക്ക് ഇവിടെ ആരൊക്കെ തന്നിട്ടുണ്ട്? ദൂരം അല്ലെ, ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എസ് ആണ് അല്ലെ. ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ എസും പിന്നെ എന്താ യുവിനെയൊക്കെ വെച്ചിട്ട് ആരെ കാണാൻ പറ്റും? സമയത്തിന് കാണാനായിട്ട് പറ്റും. അപ്പൊ ഫോർ എക്സാമ്പിള് ഇപ്പോ എന്താ ഈ രണ്ട് കല്ലും കൂടി കൂട്ടിമുട്ടാൻ എടുക്കുന്ന സമയം ടി ആണ് എന്ന് വിചാരിക്കുക. ഇവിടെ ഒരു കല്ലല്ല, എന്തോ ഒരു സാധനം അല്ലെ, എന്തെന്നേനോ നിനക്ക് ഓർമ്മയില്ല, ഏതോ ഒരു ഒബ്ജക്റ്റ് അല്ലെ. ഈ രണ്ടാളും കൂടി കൂട്ടിമുട്ടാൻ എടുക്കുന്ന സമയം ടി ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഇയാളുണ്ടല്ലോ, ഇയാള് സഞ്ചരിച്ച ദൂരം എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം എന്തെന്ന്? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. പക്ഷെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്ന് പറയൂല. എന്ന് പകരം നമ്മൾ ഇവിടെ ആരെ ഉപയോഗിക്കുക? ജീനെയാണ് ഉപയോഗിക്കുക. അപ്പൊ എസ് അല്ലെ, ദൂരമാണ് അല്ലെ. ഈ കല്ല് സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കണം. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു ഈ കല്ലിന്റെ യു എത്രയാ? 0 അല്ലെ. അപ്പൊ 0 ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ജി എത്രയായിരിക്കും വരിക? ജി, യെസ്, നമുക്ക് ജി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ നോക്കാം. ജി എർത്ത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ജി 3 1.62 തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് 10 തന്നിട്ടുള്ളത്? കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് 10 തന്നിട്ടുള്ളത്. സാധാരണ 9.8 അല്ലേ, അതിന് നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 10 എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ ജി എത്രയായി? 10 ഇൻറ്റു എന്താ? ടി നമുക്ക് അറിയില്ല, ടി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ എന്ത് വരും? ടി സ്ക്വയർ എന്ന് വരും. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു 0 ഇൻറ്റു ടി 0 തന്നെയാണ്. പിന്നെ ഇവിടെ എന്ത് വരും? ഹാഫ് ഇൻറ്റു 10 അല്ലെ, 10/2 എത്രയാ? 5 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 5 ടി സ്ക്വയർ. അതായത് ഈ ഒന്നാമത്തെ ആള് എസ് അല്ലെ, ഒന്നാമത്തെ ആള് സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 5 ടി സ്ക്വയർ ദൂരമാണ് സഞ്ചരിച്ചിട്ടുള്ളത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലോ. ഇവിടുന്ന് വേറൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ആദ്യത്തെ ആള് 5 ടി സ്ക്വയർ ദൂരം സഞ്ചരിച്ചു. അങ്ങനെയാണ് ഈ രണ്ടാമത്തെ ആള് സഞ്ചരിച്ച ദൂരം എത്രയായിരിക്കും? ആകെ ദൂരം 100 അല്ലെ. ആകെ ദൂരം 100. ആ 100ല് ഈ ആൾ എത്ര സഞ്ചരിച്ചിട്ടുണ്ട്? 5 ടി സ്ക്വയർ. ടി നമുക്ക് അറിഞ്ഞൂടെ, ജസ്റ്റ് ഇപ്പൊ നമ്മള് 5 ടി സ്ക്വയർ എത്തിച്ചു വെച്ചതാണ്. അപ്പൊ ഈ ഒന്നാമത്തെ ആള് 5 ടി സ്ക്വയർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. ടീന്റെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദൂരം കിട്ടും കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ആള് 5 ടി സ്ക്വയർ ദൂരം സഞ്ചരിച്ചു. അപ്പൊ ഈ താഴേന്ന് മേലേക്ക് എറിഞ്ഞ ആൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? കാരണം ആകെ ദൂരം 100,
അതിൽ 100ൽ 5 ടി സ്ക്വയർ ഇയാൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ സഞ്ചരിച്ച ദൂരം എത്രയായിരിക്കും? 100 മൈനസ് എസ് ആയിരിക്കും അല്ലെ? 100 മൈനസ് എസ് അല്ലെ? 100 മൈനസ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 5 ടി സ്ക്വയറിന് വരും അല്ലെ? ഇവിടെ 5 ടി സ്ക്വയറിന് വരും. അപ്പൊ 100 മൈനസ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? യു ടി പ്ലസ് അല്ലെ? യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇത് മനസ്സിലായിനോ? ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഇപ്പോ ഒരു ബിൽഡിംഗ്, ഓക്കെ, ഈ ബിൽഡിങ്ങിന്റെ ആകെ ദൂരം 100. ഓക്കെ, ഇവിടെ നിന്ന് ഒരു കല്ല് താഴേക്ക് ഇട്ട് ഈ കല്ല് സഞ്ചരിച്ച ദൂരം ഒരു 50 മീറ്റർ ആണ് നിങ്ങൾ ഊഹിക്കുക. 50 മീറ്റർ ആണ് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കല്ല് താഴേന്ന് മേലേക്ക് എറിഞ്ഞ കല്ലിന്റെ ഈ ദൂരം കണ്ടുപിടിക്കാൻ നമുക്ക് ഈ 100ന്ന് ഈ 50 കുറച്ച് കഴിഞ്ഞാൽ ഈ ദൂരം നമുക്ക് കിട്ടൂലേ? അത് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇവിടെ നമുക്ക് 50 എന്നൊന്നും തന്നിട്ടില്ല അല്ലെ? ഇവിടെ നമുക്ക് 50 എന്നൊക്കെ തന്നിനോ ക്വസ്റ്റ്യനിൽ? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പോവാണ് ചെയ്യുന്നത് കേട്ടോ. തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കല്ലിന്റെ ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100ൽ നിന്നും ഈ കല്ല് സഞ്ചരിച്ച ദൂരം എത്രയാ? 5 ടി സ്ക്വയർ അല്ലെ? ഈ കല്ല് സഞ്ചരിച്ച ദൂരം 5 ടി സ്ക്വയർ. എന്തുകൊണ്ട് 5 ടി സ്ക്വയർ എന്ന് വന്ന്? അതെന്താ? ടി സമയം നമുക്ക് അറിഞ്ഞൂടാ. സമയം ഇവിടെ അറിയെങ്കിൽ ഇപ്പൊ ദൂരം എക്സാക്ട് നമുക്ക് കിട്ടുകയോ അല്ലെ? ഈ സമയത്തിനാണ് നമ്മൾ ഈ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്ന് അല്ലെ? ഇനി എന്ത് ചെയ്യും? 100 മൈനസ് എസ് അല്ലെ? 100 മൈനസ് എസ്, അപ്പൊ 100 അല്ലെ? അപ്പൊ 100 മൈനസ് എസ് എത്രയാ? 5 ടി സ്ക്വയർ. 5 ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു എത്രയാ? 25 അല്ലെ? രണ്ടാമത്തെ കല്ല് മേലേക്ക് എറിയുമ്പോൾ 25 ഇൻറ്റു എന്താ? ഇവിടെ ടി അല്ലെ? ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ജി എത്രയാ ഇവിടെ വരും? ജി. ഇവിടുന്ന് കല്ല് മേലേക്കാണ് എറിയുന്നത്. മേലേക്ക് എറിയാണെങ്കിൽ ജിന്റെ വില എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കുമോ? അല്ല, നെഗറ്റീവ് ആയിരിക്കും അല്ലെ? താഴോട്ടേക്കാണെങ്കിൽ ജി പോസിറ്റീവ്, മേലോട്ടേക്ക് എറിയുന്നെങ്കിൽ ജി നെഗറ്റീവ്. അപ്പൊ -10 ഇൻറ്റു എന്ത് വരും? ടി സ്ക്വയർ എന്ന് വരും അല്ലെ? ഇൻറ്റു ടി സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി 100 മൈനസ് 5 ടി സ്ക്വയർ ഇവിടെ തന്നെ എഴുതുന്നുണ്ട്. 100 മൈനസ് 5 ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 ടി അല്ലെ? 25 ടി പ്ലസ് എന്ത് വരും? ഹാഫ് ഇൻറ്റു -10 അല്ലെ? ഹാഫ് ഇൻറ്റു -10 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? -5 ആണ് വരിക അല്ലെ? -10/2 എത്രയാ? -5 ആണ് വരിക അല്ലെ? അപ്പൊ ഇവിടെ പ്ലസ് എന്നാണോ വേണ്ടത്? അല്ല, ഇവിടെ എന്ത് വേണം? ഇവിടെ മൈനസ് എന്ന് വേണം. അപ്പൊ അവിടെ നമുക്കൊരു മൈനസ് ഇട്ട് കൊടുക്കാം അല്ലെ? അപ്പൊ -5 ടി സ്ക്വയർ എന്ന് കിട്ടും അല്ലെ? -5 ടി സ്ക്വയർ എന്ന് കിട്ടും. ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ -5 ടി സ്ക്വയർ ഉണ്ട്, ഇവിടെയും -5 ടി സ്ക്വയർ ഉണ്ട്. ഈക്വൽ ടു സൈനിന്റെ അപ്പുറം ഇപ്പുറം ഒരേപോലത്തെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? വെട്ടാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ ഇയാളും വേണ്ട ഇയാളും വേണ്ട അല്ലെ? നമുക്ക് ആൻസർ എന്ത് കിട്ടി? 100 ഈസ് ഈക്വൽ ടു 25 ടി എന്ന് കിട്ടി അല്ലെ? 100 ഈസ് ഈക്വൽ ടു 25 ടി. അതിൽ നമുക്ക് ടീനെ കണ്ടുപിടിക്കാലോ. എങ്ങനെ കിട്ടും? 100/25. 100/25 ഈസ് ഈക്വൽ ടു ടി. 100/25 എത്രയാ? 4 അല്ലെ? 4 ഈസ് ഈക്വൽ ടു ടി. ഈ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മളുടെ ടൈം അല്ലെ? അപ്പൊ ടൈം ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 4 സെക്കൻഡ് എന്ന് കിട്ടി. ടൈം എത്ര കിട്ടി? 4 സെക്കൻഡ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ മേലെ നിട്ട ആളും താഴേന്ന് മേലേക്ക് എറിഞ്ഞ ആളും എത്ര സമയം കൊണ്ടാണ് കൂട്ടിമുട്ടുന്നത്? 4 സെക്കൻഡ് സമയം കൊണ്ടാണ് ഇവര് കൂട്ടിമുട്ടുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെ സമയം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അല്ലെ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്ത എന്താ? ഫൈൻഡ് ഔട്ട് ദ ഹൈറ്റ് ഫ്രം ദി ഗ്രൗണ്ട് അറ്റ് വിച്ച് ദേ കൊളൈഡ്. ഹൈറ്റ് കണ്ടുപിടിക്കണം. എവിടെ വെച്ചിട്ട് അവർ കൂട്ടിമുട്ടുന്നതിനുള്ള ഹൈറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടി വരച്ചേരാം. ഇത് നമ്മളുടെ ബിൽഡിംഗ് ആണ്. 100 മീറ്റർ ആണ് ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ്. ഒരു കല്ല് താഴേക്ക് ഇടുന്നുണ്ട്, ഒരു കല്ല് മേലേക്ക് എറിയുന്നുണ്ട്. ഇവര് രണ്ടാളും കൂട്ടിമുട്ടുന്ന സമയം 4 സെക്കൻഡ് ആണ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏത് ഹൈറ്റിൽ വെച്ചിട്ട് ഇവര് കൂട്ടുമുട്ടുന്നതെന്ന് അല്ലെ? അത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേടാ? സമയമുണ്ട്, ഹൈറ്റ് ഉണ്ട്. അപ്പൊ എന്ത് വരുന്നത്? എസ് ഇസ് ഈക്വൽ ടു എന്താണ്? യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ അല്ലെ? എന്താ കണ്ടത്? ഹൈറ്റ് ആണ് കണ്ടത് അല്ലെ? ഏത് ഹൈറ്റിൽ വെച്ചാൽ കൂട്ടിമുട്ടുന്നതെന്ന് അല്ലെ? അപ്പൊ യു എന്തായിരിക്കും? യെസ്, യു ഇവിടെ എന്താണ്? ഇവിടെ ഇയാൾ എറിയുന്നുണ്ട് അല്ലെ? ഇയാൾ എറിയുന്ന എത്രയാ? 25 ഇൻറ്റു ടി എത്രയാ? ടി 4 കിട്ടിയിട്ടുണ്ട്. 4 പ്ലസ് ഹാഫ് ഇൻറ്റു ഇവിടുത്തെ ജി എത്രയാ? മേലോട്ടേക്ക് എറിയുന്നത് അല്ലെ? മേലോട്ടേക്ക് എറിയുമ്പോൾ എന്ത് വന്ന്? -10 ഇൻറ്റു ടി സ്ക്വയർ. ടി സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4ന്റെ സ്ക്വയർ. അപ്പൊ 25 ഇൻറ്റു 4 എത്രയാ? 100 അല്ലെ? 100 -10/2 എത്രയാ? -5 ഇൻറ്റു 4ന്റെ സ്ക്വയർ എത്രയാ? 16 കിട്ടും അല്ലെ?
അപ്പൊ 100 മൈനസ് 16 ഇൻറ്റു 5, 16 ഇൻറ്റു 5 3, 80 കിട്ടും അല്ലെ. അപ്പൊ 100 മൈനസ് 80, 100 മൈനസ് 80 എത്രയാ? 20 മീറ്ററിന് കിട്ടും അല്ലെ. അപ്പൊ എത്ര മീറ്ററിൽ വെച്ചിട്ട് ഒരു കൂട്ടിമുട്ടുന്നത്? 20 മീറ്റർ ഉയരത്തിൽ വെച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഇവര് കൂട്ടിമുട്ടുന്നത്. എത്ര മീറ്ററിൽ വെച്ചിട്ട് ഇവർ കൂട്ടിമുട്ടുന്നത്? 20 മീറ്റർ ഉയരത്തിൽ വെച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? കൂട്ടിമുട്ടുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ അതും നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി അതിന്റെ സി ക്വസ്റ്റ്യൻ നോക്ക്. സി ക്വസ്റ്റ്യൻ ആണ്, would the answers obtained in the above case change if this activity was carried out on the moon justify എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സെയിം എക്സ്പെരിമെന്റ് മൂണിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഈ സെയിം എക്സ്പെരിമെന്റ് ചന്ദ്രൻ മൂണിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ കിട്ടിയ ആൻസേഴ്സിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താ? യെസ്, എന്തായാലും വ്യത്യാസം ഉണ്ടാവും. കാരണം എന്താ? മൂണിന്റെ ജി വാല്യൂ അല്ലെ, മൂണിന്റെ ജി വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.62 അല്ലെ. ഏർത്തിന്റെ ജി വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 അപ്രോക്സിമേറ്റ് ആയിട്ട് 10 എന്നാ നമ്മൾ എടുത്തത് അല്ലെ. അപ്പൊ ഈ ജി വാല്യൂവിൽ വ്യത്യാസം വരുമ്പോൾ എന്താ? നമ്മുടെ ആൻസേഴ്സിലും വ്യത്യാസം വരും അല്ലെ. ജസ്റ്റിഫൈ എന്ന് കൂടി പറയുന്നുണ്ട്. ജസ്റ്റിഫൈ എന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ കണ്ടുപിടിക്കണം എന്നർത്ഥം അല്ലെ. നമ്മളുടെ നേരത്തെ സെയിം സ്റ്റെപ്പ് തന്നെ, പക്ഷെങ്കിൽ അവിടെ ജി ഈസ് ഈക്വൽ ടു 10 എന്നുള്ളതിൽ പകരം നമ്മൾ എന്തിട്ട് കൊടുക്കണം? ജി ഈസ് ഈക്വൽ ടു 1.62 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയിട്ടോ. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. സ്റ്റെപ്പ് ഞാൻ പിന്നെയും പറയുന്നില്ല, നേരത്തെ ചെയ്ത സെയിം സാധനം തന്നെ അല്ലെ. അത് നമുക്ക് സമയം കിട്ടണേന്നില്ല. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ അല്ലെ. ജി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു എത്രയായിരുന്നു? യു 0 ആയിരുന്നു അല്ലെ. താഴേക്ക് ഇങ്ങനെ അല്ലെ, ഇങ്ങനെയായിരുന്നു. ഇവിടുന്ന് താഴേക്ക് എറിയുന്നതായിരുന്നു, താഴേക്ക് ഇടുന്നതായിരുന്നു നമ്മൾ കണ്ടത്. താഴേക്ക് ഇടുമ്പോ യു 0, അപ്പൊ ഇവിടെ 0 പ്ലസ് എന്ത് വരും? ഹാഫ് ഇൻറ്റു ഈ ജി എത്ര എവിടെയാ? 1.62 എന്ന് വരും അല്ലെ. 1.62 ഇൻറ്റു ടി സ്ക്വയർ എന്ന് വരും. 1.62/2 എത്ര കിട്ടും? 0.81 ടി സ്ക്വയർ എന്ന് കിട്ടും അല്ലെ. നമുക്ക് എർത്തില് ഇവിടെ എത്രയായിരുന്നു കിട്ടിയിട്ടുള്ളത്? എർത്തില് എസ് ഇസ് ഈക്വൽ ടു 5 ടി സ്ക്വയർ എന്ന് കിട്ടിയ ഓർമ്മയില്ലേ അല്ലെ. അതേ സ്ഥാനത്ത് ഇവിടുത്തെ എസ് എത്ര കിട്ടിയ? 0.81 ടി സ്ക്വയർ അല്ലെ. ഇനി എന്തേലും നമ്മൾ ചെയ്യുന്നത്? മുകളിലോട്ടേക്ക് സഞ്ചരിക്കുന്ന ദൂരം അല്ലെ. എന്താണ്? മുകളിലേക്ക് സഞ്ചരിക്കുന്ന ദൂരം 100 മൈനസ് എസ് ആണെന്ന് വിചാരിക്കും അല്ലെ. ഓർമ്മയില്ല? ഇവിടുന്ന് ഒരു കല്ല് മേലോട്ടേക്ക് എറിഞ്ഞ, അങ്ങനെയാണെങ്കിൽ മുകളിലേക്ക് സഞ്ചരിക്കുന്ന ദൂരം 100 മൈനസ് എസ് ആണെങ്കിൽ അതെന്താ? യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ അല്ലെ. ഹാഫ് ജി ടി സ്ക്വയർ 100 മൈനസ് എന്ത് വരും? ഇവിടെ 0.81 സ്ക്വയർ അല്ലെ. 0.81 ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടുത്തെ യു മേലോട്ടേക്ക് എറിയുന്ന എത്രയും 25 അല്ലെ. അപ്പൊ 25 ഇൻറ്റു ടി മേലോട്ടേക്ക് എറിയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ജീന്റെ വില എന്തായിരിക്കും? മൈനസ് 1.62/2 ടി സ്ക്വയർ എന്ന് വരും അല്ലെ. 1.62/2 എത്രയാണ് ആൻസർ കിട്ടുക? ഇവിടുത്തെ ആൻസർ 0.81 എന്ന് കിട്ടും. അപ്പൊ ഇവിടെയും 0.81, ഇവിടെയും 0.81. അപ്പൊ ഇവരെ രണ്ടാളെ നമ്മൾ വെട്ടും അല്ലെ. അപ്പൊ എന്ത് കിട്ടും? 100 ഇസ് ഈക്വൽ ടു 25 ടി എന്ന് കിട്ടും അല്ലെ. 100 ഇസ് ഈക്വൽ ടു 25 ടി. അപ്പൊ ടി എത്ര കിട്ടി? ടി ഇസ് ഈക്വൽ ടു 100/25. ടി ഈക്വൽ ടു 100/25, 4 സെക്കൻഡ് എന്ന് കിട്ടി അല്ലെ. സമയം കിട്ടി. സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്തേലും കാണേണ്ടത്? നമുക്ക് ഉയരം കാണണം അല്ലെ. ഇവര് കൂട്ടിമുട്ടുന്ന എന്തേലും കാണേണ്ടത്? ഉയരം കാണണം. കൂട്ടിമുട്ടേണ്ട ഉയരം എസ് ഇസ് ഈക്വൽ ടു എന്താണ്? യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ അല്ലെ. യു എത്രയായിരുന്നു? യു 25 അല്ലെ, മേലോട്ടേക്ക് എറിയുന്നില്ല. അപ്പൊ 25 ഇൻറ്റു ടി 4 പ്ലസ് ഹാഫ് ഇൻറ്റു ജി എത്രയാ? ജി മൈനസ് 1.62 ഇൻറ്റു ടി എത്രയാണ്? 4ന്റെ സ്ക്വയർ അല്ലെ. അപ്പൊ 25 ഇൻറ്റു 4 എത്രയാ? 100 അല്ലെ. മൈനസ് 1.62/2 എത്ര കിട്ടി? മൈനസ് 0.81 ഇൻറ്റു 4ന്റെ സ്ക്വയർ 16 അല്ലെ. അപ്പൊ ഇത് എത്ര കിട്ടും? ഇതിന്റെ ആൻസർ എത്ര കിട്ടും? ഇവിടെ 12.96 എന്ന് കിട്ടും. ഇവിടെ എന്താ? 100 അല്ലെ. അപ്പൊ 100 മൈനസ് 12.96 എത്ര കിട്ടും? 87.04 മീറ്റർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഞാനിവിടെ ജീന്റെ വില മാറ്റിയത് മാത്രമേ ഉള്ളൂ. ഇവിടെ ജീന്റെ വില മറ്റിടത്തിൽ എത്രയാണ്? 10 കൊടുത്തത്. ഇവിടെ 1.62. കാരണം ഭൂമിന്റെയും ചന്ദ്രന്റെയും വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, സെയിം സ്റ്റെപ്പ് തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ജി മാത്രം മാറ്റിയിട്ട് ഞാൻ കാൽക്കുലേഷൻ ചെയ്തതാണ് ഇത് കേട്ടോ. അപ്പോ നമുക്ക് എർത്തിൽ കിട്ടിയിട്ടുള്ളത് അല്ലെ. എർത്തിൽ കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 20 മീറ്ററിനായിരുന്നു കിട്ടിയിട്ടുള്ളത്. മൂണിൽ കിട്ടിയിട്ടുള്ളത് എത്രയാ? മൂണിൽ കിട്ടിയിട്ടുള്ളത് 87.04 മീറ്റർ എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്താ മനസ്സിലായിട്ടുള്ളത്? വ്യത്യാസം വരും അല്ലെ. കാരണം ജി മാറുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വിലയിലും എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസം വരുന്നുണ്ട് എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളെ. ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദി ലൂണാർ സർഫസ് ഇസ് approximately 1/6 of
സിക്സ്ത് ദാറ്റ് ഓഫ് ദി എർത്ത് അല്ലെ. നമുക്കറിയാം എന്തെന്നാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഭൂമിയിലുള്ളതിന്റെ ബൈ സിക്സ്ത് ആണ് ഇവിടെ ഉള്ളത് ലൂണാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂണിലുള്ളത്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്ട് ഓഫ് മാസ് 10 kg ഓൺ ദ എർത്ത് അല്ലെ. ഏർത്തിലാണെങ്കിൽ ഈ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എത്രയാണ്? ഇഫ് ദിസ് ഒബ്ജക്ട് ഈസ് ടേക്കൺ ടു ദ സർഫസ് ഓഫ് ദി മൂൺ വാട്ട് വിൽ ബി ഇറ്റ്സ് മാസ് ആൻഡ് വെയിറ്റ്? ഈ സെയിം ഒബ്ജക്റ്റിനെ നമ്മൾ മൂണിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ മാസും വെയിറ്റും എത്രയാണെന്ന് ചോദിച്ചത് അല്ലെ. ഭൂമിയിലാണെങ്കിലും ചന്ദ്രനിലാണെങ്കിലും മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാസ് അല്ലെ. മാസ് എത്രയാണ്? മാസ് വിൽ ബി ഈക്വൽ ടു 10 കിലോഗ്രാം. എവിടെയാണെങ്കിലും ഏർത്ത് ആണെങ്കിലും മൂൺ ആണെങ്കിലും മാസ് എന്ന് പറയുന്നത് എന്താ? 10 kg തന്നെ ആയിരിക്കും. ഇനി എർത്തിലുള്ള എന്താണ് കാണേണ്ടത്? വെയിറ്റ് ആണ് കാണേണ്ടത്. ഏർത്തിലുള്ള വെയിറ്റ് ഇസ് ഈക്വൽ ടു എങ്ങനെ കാണും? mg ആണ് അല്ലെ. എം എത്രയാണ്? എം 10 കിലോ എന്ന് തന്നിട്ടുണ്ട്. 10 ഇൻറ്റു എർത്തിലുള്ള ജി വാല്യൂ എത്രയാ? 9.8. ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ജി വില 10 തന്നിട്ടുണ്ടെങ്കിൽ ആ 10 എടുക്കാനായിട്ട് പാടുള്ളൂ. ജി വില ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര തന്നെ എടുത്തോളണം? 9.8 തന്നെ എടുത്തോളണം. 10 ഇൻറ്റു 9.8 എത്രയാ? 98 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഇനി ഇതേ സെയിം സാധനം തന്നെ ഇവിടെ കാണണം മൂണിലുള്ള അല്ലെ. മൂണിലുള്ള വെയിറ്റ് ആണ് കാണുന്നത്. മൂണിലുള്ള വെയിറ്റ് ഇസ് ഈക്വൽ ടു എം ജി. അപ്പൊ എം എത്ര തന്നെ? 10 ഇൻറ്റു ജി. മൂണിലുള്ള ജി എത്രയാ? 1.62. എത്ര വരും? 16.2 ന്യൂട്ടൺ എന്ന് കിട്ടും അല്ലെ. 16.2 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പൊ മാസ് ഓൺ എർത്ത് ആൻഡ് മൂൺ എന്താ? സെയിം ആണ്. പക്ഷെങ്കിൽ വെയിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? വെയിറ്റ് മാറുന്നുണ്ട്. ബിക്കോസ് വെയിറ്റ് ആരെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട്? ജീനെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട്. എർത്തിലുള്ള ജി 9.8 മൂണിലുള്ള ജി 1.62 ആയതുകൊണ്ട് തന്നെ ജി വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെ അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏതാ? ആറാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത് കേട്ടോ. ആറാമത്തെ. അയ്യോ വലുതായി പോയി. ഒരു മിനിറ്റ് ഏടാ. ഓക്കെ. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്ജക്ട്സ് വിത്ത് എ ലാർജർ മാസ് ആർ അട്രാക്റ്റഡ് ബൈ ദ എർത്ത് മോർ സ്ട്രോങ്ലി ദാൻ ഒബ്ജക്ട്സ് വിത്ത് എ സ്മോളർ മാസ് അല്ലെ. നമുക്കറിയാം വലിയ മാസുള്ള ഒബ്ജക്റ്റിനെ എർത്ത് എന്താ അട്രാക്ട് ചെയ്യുന്നത് കൂടുതലായിട്ടും ചെറിയ മാസ് ഉള്ളതിനെ അട്രാക്ട് ചെയ്യുന്നത് കുറവായിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ സോ ഇഫ് എൻ ഒബ്ജക്ട് വിത്ത് എ ലാർജർ മാസ് ആൻഡ് എൻ ഒബ്ജക്ട് വിത്ത് എ സ്മോളർ മാസ് ആർ അലൗഡ് ടു fall from the same height, which one will reach the ground first? Justify the answer എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ചോദ്യം എങ്ങനെയാണ് വന്നിട്ടുള്ളത്? എന്തോ ഒരു ഉയരത്തിൽ നിന്ന് അല്ലെ. ഒരു ഉയരമുണ്ട്. ഒരു ഉയരമാണ് ഇത്. ഒരു ഉയരമുണ്ട്. ഒരു ഉയരത്തിൽ നിന്നും ഒരു വലിയ മാസുള്ള ഒരു സാധനത്തിനെയും താഴേക്കിട്ട് ഒരു ചെറിയ മാസുള്ളതിനെയും താഴേക്കിട്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആരാണ് താഴെ ആദ്യം എത്തുക എന്നാണ് ചോദിച്ചത്. ആരായിരിക്കും താഴെ എത്തുക? ഇപ്പൊ നമ്മൾ പറയുക എന്താണ്? വലിയ ആളായിരിക്കും താഴെ എത്തുക അല്ലെ. കാരണം ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ഇയാളും എന്താണ്? സെയിം ടൈമിലാണ് താഴെ എത്തുക. സെയിം ടൈമിലാണ് താഴെ എത്തുക. പക്ഷെ ഇപ്പൊ നിങ്ങളൊരു 5 കിലോ കല്ലിനെയും പിന്നെ ഒരു തൂവലിനെയും ഇട്ട് കഴിഞ്ഞാല് കല്ലായിരിക്കും ആദ്യം എത്തുക. പക്ഷെ ശരിക്കും ഫിസിക്സ് പ്രകാരം ആരാ എത്തേണ്ടത്? രണ്ടാളും ഒരുമിച്ചാണ് എത്തേണ്ടത്. അതിന്റെ കാരണം എന്താ? യെസ്, അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെയിം ആണ് അല്ലെ. ഈ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ്. ജിന്റെ ഇക്വേഷൻ എന്താ? ജി ഈസ് ഈക്വൽ ടു gm/r². G is equal to gm/r². ഈ G എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. എം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മാസ്. എന്തിന്റെ മാസ്? എർത്തിന്റെ മാസ്. എം എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിന്റെ മാസ്. ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എർത്തിന്റെ റേഡിയസ്. അപ്പൊ ഈ ജിയില് എവിടെയെങ്കിലും നിങ്ങൾ ഒബ്ജക്റ്റിന്റെ മാസിനെ കാണുന്നുണ്ടോ? ചെറിയ ഒബ്ജക്റ്റ് അല്ലെ വലിയ ഒബ്ജക്റ്റ് എന്ന് ഇവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാനായിട്ട് പറ്റും? ഈ ജി എന്ന് പറയുന്നത് എന്താ? മാസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നടക്കുന്ന ഒരാളല്ല അല്ലെ. അപ്പൊ ഏത് മാസ് ആയാലും, ഈ ചെറിയ മാസ് ആയാലും വലിയ മാസ് ആയി കഴിഞ്ഞാലും അതിന്റെ ജി വില എന്ന് പറയുന്നത് എന്താ? തുല്യമായിരിക്കും. അതിന്റെ ജി വില എന്ന് പറയുന്നത് എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ രണ്ടാളും ഒരേ സമയത്തായിരിക്കും എത്താം. ഇതിപ്പോ നമ്മളുടെ ഒരു റൂമിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ശരിക്കും തന്നെയാ താഴേക്ക് പോവുക, വലിയതായിരിക്കും പോവുക. അതിന്റെ കാരണം എന്താ? യെസ്, ഇവിടെ എല്ലാം എയറിന്റെ റെസിസ്റ്റൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ എയർ ഒക്കെ തടസ്സം നിന്നത് കൊണ്ട് എന്ത് ചെയ്യും? ഈ കല്ലായിരിക്കും ആദ്യം എത്തുക. പക്ഷെ ശരിക്കും നമ്മൾ ഇതൊരു വാക്വം അല്ലെ, നോ മീഡിയം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ രണ്ടാൾക്കാരും സെയിം ടൈം താഴെ വീഴുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ.
ഇപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? യെസ്, ഇവിടെ എന്തെന്നാ ഫ്രീ ഫാളിലാണ് അല്ലെ, ഫ്രീ ഫോളിലാണ് ഇത് ഫോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, രണ്ടാളും ഒരേ സമയത്താണ് താഴേക്ക് എത്തുക. കാരണം നമുക്കറിയാം എന്താ, G=GM/r² ആണ് അല്ലെ. GM/r²ൽ ഇവിടെ എന്താണ്, ഒബ്ജക്റ്റിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടെ ആകെ എന്തിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഏർത്തിന്റെ മാസിനെ മാത്രമേ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ, ഇതിന്റെ രണ്ടിന്റെയും എന്താണ്, ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, സെയിം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? യെസ്, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ. എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയിറ്റ്. നമ്മൾ ഓൾറെഡി കുറെ പോയിന്റ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ, മാസിന്റെയും വെയിറ്റിന്റെയും അല്ലെ. ജസ്റ്റ് ഞാൻ ചെറിയ രീതിയിൽ പോയിന്റ് മാത്രം എഴുതി പോകുന്നുണ്ട്. നിങ്ങളത് എന്താണ് ഇലോബറേറ്റ് ചെയ്തിട്ട് പോവാം കേട്ടോ. മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തേനു, എമൗണ്ട് ഓഫ് മാറ്റർ അല്ലെ, എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് അല്ലെ, മാറ്റർ കണ്ടെയ്ൻഡ് അല്ലെ, എത്രമാത്രം മാറ്റർ ഉണ്ടോ അതിനെയാണ് മാസ് എന്ന് പറയുന്നത് അല്ലെ. വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഗ്രാവിറ്റേഷണൽ പുള്ള് അല്ലെ, ഗ്രാവിറ്റേഷണൽ പുള്ള് അല്ലെങ്കിൽ എന്താണ്, ഫോഴ്സ് അല്ലെ, ഗ്രാവിറ്റേഷണൽ പുൾ ഓർ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ അല്ലെ, എക്സേർട്ടഡ് ബൈ എർത്ത് അല്ലെ. എർത്ത് അല്ലെങ്കിൽ എന്താണ്, വേറെ പല സെലസ്റ്റിയൽ ബോഡീസ് ഉണ്ടാവും അല്ലെ, അവർ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത് അല്ലെ. മാസിന്റെ യൂണിറ്റ് എന്താണ്, കിലോഗ്രാം ആണെങ്കിൽ വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലെങ്കിൽ എന്താണ്, കിലോഗ്രാം വെയിറ്റ് ആയിരുന്നു. നിങ്ങൾ ഇങ്ങനെ കിലോഗ്രാം ഇങ്ങനെ എഴുതി വെക്കരുത്. നിങ്ങൾ എന്ത് എഴുതണം, ദ യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം, ദ യൂണിറ്റ് ഓഫ് വെയിറ്റ് ഈസ് ന്യൂട്ടൺ ഓർ കിലോഗ്രാം വെയിറ്റ്. ഇങ്ങനെ തന്നെ എഴുതണേ, സെന്റൻസ് തന്നെ എഴുതണം. ഞാൻ ജസ്റ്റ് പോയിന്റ് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. പിന്നെ എന്താ, മാസ് മെഷർ ചെയ്യുന്ന എന്തായിരുന്നു, കോമൺ ബാലൻസ് യൂസ് ചെയ്തിട്ട് അല്ലെ, കോമൺ ബാലൻസ് യൂസ് ചെയ്താണ് മാസ് മെഷർ ചെയ്യുന്നത്. വെയിറ്റ് മെഷർ ചെയ്യുന്ന എന്താണ്, സ്പ്രിംഗ് ബാലൻസ് അല്ലെ, സ്പ്രിംഗ് ബാലൻസ് അല്ലെങ്കിൽ എന്താണ്, പ്ലാറ്റ്ഫോം ബാലൻസ് യൂസ് ചെയ്താണ് വെയിറ്റ് മെഷർ ചെയ്യുന്നത്. ഇങ്ങനെ എഴുതി വെക്കരുത്. എങ്ങനെ എഴുതണം, മാസ് ഈസ് മെഷേർഡ് യൂസിങ് കോമൺ ബാലൻസ് ആൻഡ് വെയിറ്റ് ഈസ് മെഷേർഡ് യൂസിങ് സ്പ്രിംഗ് ബാലൻസ് ഓർ പ്ലാറ്റ്ഫോം ബാലൻസ്. അങ്ങനെ തന്നെ എഴുതി വെക്കണം കേട്ടോ. പിന്നെ മാസ് എന്ന് പറയുന്നത് എന്താ, ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരുന്നു അല്ലെ. വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരുന്നു. മാസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, വെയിറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. പിന്നെ മാസ് എന്താണ്, എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ് അല്ലെ. മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, മാസ് കോൺസ്റ്റന്റ് എവ്രിവെയർ അല്ലെ, മാസ് കോൺസ്റ്റന്റ് എന്താണ്, എവ്രിവെയർ എല്ലായിടത്തും മാസ് കോൺസ്റ്റന്റ് ആ. പക്ഷെങ്കിൽ വെയിറ്റ് എന്താണ്, വെയിറ്റ് ചേഞ്ചസ് അല്ലെ, വെയിറ്റ് എന്താണ്, ചേഞ്ചസ്. മാസ് കോൺസ്റ്റന്റ് ആണ്, വെയിറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് പോയിന്റ് മാത്രമേ എഴുതി തന്നിട്ടുള്ളൂ. നല്ല ഇലോബറേറ്റ് ആയിട്ട് നിങ്ങൾ മാറ്റി എഴുതിക്കൊള്ളണം. ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദി മാസസ് ഓഫ് എ സ്റ്റോൺ ആൻഡ് ഹൈഡ്രജൻ ഫിൽഡ് ബലൂൺ ആർ ഈക്വൽ. ഹൈഡ്രജൻ ഫിൽഡ് ബലൂണിന്റെയും ഒരു കല്ലിന്റെയും മാസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ if both are placed on the same ground, will the force of attraction exerted by the earth on them be the same? Justify the answer. എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്, നമ്മളുടെ കയ്യില് ഒരു കല്ലുണ്ട്. ഓക്കെ, ഒരു കല്ലുണ്ട്, അതേപോലെ തന്നെ ഒരു ബലൂണും ഉണ്ട്, ഒരു ഹൈഡ്രജൻ നിറച്ചൊരു ബലൂണും ഉണ്ട്. ഓക്കെ, ഇതിന്റെയും എന്താണ്, മാസ് എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ് എന്നാ പറയുന്നത്. ഓക്കെ, എന്താണ്, ഒരു കല്ലും ഉണ്ട് ബലൂണും ഉണ്ട്, മാസ് എന്ന് പറയുന്നത് സെയിം ആ. ഇപ്പൊ ഒരു കിലോ കല്ല് ആകെ ഇത്രേ ഉണ്ടാവുള്ളൂ അല്ലെ, ആകെ ഇത്രയെന്നല്ല, നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ പറ്റുന്നതാണ്. പക്ഷെങ്കിൽ ഒരു കിലോ വെയിറ്റ് ഉള്ള ഒരു ഹൈഡ്രജൻ ബലൂൺ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, കുറച്ചുകൂടി വലുതായിരിക്കും അല്ലെ, സൈസിൽ എന്തായിരിക്കും, വലുതായിരിക്കും. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് പഠിച്ചൊരു കാര്യമുണ്ട്, ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, മാസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിൽക്കും അല്ലെ. മാസ് ഗ്രേറ്റർ ആയിട്ടുള്ള ആൾക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന എന്തായിരിക്കും, കൂടുതലായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ രണ്ടിനും മാസ് എന്താ, സെയിം. അങ്ങനെയാണ് ഇവർ രണ്ടാളും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും, സെയിം അല്ലെ. ഫിസിക്കലി കൺസെപ്റ്റ് വൈസ് നമുക്ക് പറയുകയാണെങ്കിൽ ഇവർ രണ്ടാളും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്, സെയിം ആണ് എന്ന് പറയാനായിട്ട് പറ്റും. പക്ഷെ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മാത്തമാറ്റിക്കലി ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മളുടെ ഭൂമി. ഓക്കെ, ഇതും നമ്മളുടെ ഭൂമി. ഓക്കെ, അപ്പൊ ഭൂമി എക്സേർട്ട് ചെയ്യുന്ന, ഭൂമി ബാക്കിയുള്ള ഒബ്ജക്റ്റിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. F=G(m1m2/r²) d² എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ അല്ലെ. m1 എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഓഫ് ദ ഫേസ്റ്റ് ബോഡി, m2 എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ബോഡി അല്ലെ. ഇതിൽ ഒന്നിനെ നമുക്ക് എർത്തിന്റെ മാസ് ആക്കി എടുക്കാം. ഞാൻ ക്യാപിറ്റൽ M എഴുതാം. ഓക്കെ, അപ്പൊ m എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിന്റെ മാസ്. അപ്പൊ d എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇതിന്റെ സെന്ററും ഈ എർത്തിന്റെ സെന്ററും തമ്മിലുള്ള ദൂരം അല്ലെ.
അപ്പൊ ഇതിന്റെ സെന്ററും ഈ എർത്തിന്റെ സെന്ററും തമ്മിലുള്ള ദൂരം അല്ലെ, അതിനെയാണ് നമ്മൾ ഡി എന്ന് പറയാം അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്ക്, ബലൂണിന്റെ ആണെങ്കിൽ ഇവിടെ ഡി കൂടുതലാ അല്ലെ, ബലൂണിന്റെ ആണെങ്കിൽ ഇവിടെ എന്താ ഡി കൂടുതലാ, ഡി കൂടുകയാണെങ്കിൽ ഫോഴ്സ് എന്ത് ചെയ്യും, കുറയും അല്ലെ. നേരെ മറിച്ച് ഇവിടെ ആണെങ്കിലോ ഡി കുറവാ, ഡി കുറവാണെങ്കിൽ ഫോഴ്സ് കൂടും. മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ ഇവിടെ ഫോഴ്സിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷേങ്കിൽ ഇവിടെ ശരിക്കും എന്താണ്, മാസ് സെയിം ആയതുകൊണ്ട് അല്ലെ, മാസ് സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, ഇവിടെ വലിയ വ്യത്യാസമൊന്നും ഇല്ല നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? യെസ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. എ സ്റ്റോൺ ഫോളിംഗ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടോൾ ബിൽഡിംഗ് റീച്ചസ് ദ ഗ്രൗണ്ട് ഇൻ 2 സെക്കൻഡ്. ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗിന്റെ മേലെ നിന്ന് ഒരു കല്ല് താഴേക്ക് വീഴുന്നുണ്ട്, എന്നിട്ട് എന്താ ഗ്രൗണ്ടിൽ എത്തിയത് 2 സെക്കൻഡ് കൊണ്ടാ. ജി ഇവിടെ പ്രത്യേകം തന്നിട്ടുണ്ട് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെയെങ്കിൽ കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്, വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഓഫ് ദ സ്റ്റോൺ ജസ്റ്റ് ബിഫോർ ടച്ചിങ് ദ ഗ്രൗണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തൊക്കെ കാണാനുണ്ട്, ഹൈറ്റ് കാണണം, ബിൽഡിങ്ങിന്റെ ഹൈറ്റും കാണണം, ഗ്രൗണ്ടിൽ തൊടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടുള്ള അതിന്റെ വെലോസിറ്റിയും കാണണം. ഓക്കെ, നമുക്കത് കാണാം അല്ലെ. ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മേലേന്ന് ഒരു സ്റ്റോണിനെ താഴേക്ക് ഇട്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ടിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇവിടെയുള്ള വെലോസിറ്റിയും കൂടി നമുക്ക് കാണാം അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കാണണം, ഹൈറ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഹൈറ്റ് കാണേണ്ട ഇക്വേഷൻ എന്താ, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ അല്ലെ. അപ്പൊ യു എത്രയാ, താഴേക്ക് ഇടുകയാണ്, താഴേക്ക് ഇടുമ്പോ യുവിന്റെ വില എന്താ, 0 ആണ്. അപ്പൊ ഇവിടെ എന്താണ്, 0 അല്ലെ. അപ്പൊ 0 ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ജി എത്രയായിരിക്കും, താഴേക്ക് വരുന്നത് അല്ലെ 9.8 അല്ലെ. അപ്പൊ 9.8 ഇൻറ്റു 2 സെക്കൻഡ് കൊണ്ടാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ 2 ടി സ്ക്വയർ വരുമ്പോ 2ന്റെ സ്ക്വയർ എന്ന് കിട്ടും അല്ലെ. അപ്പൊ 0 ഇൻറ്റു ടി 0 പ്ലസ് 9.8 അല്ലെ, 9.8 ഇൻറ്റു 2ന്റെ സ്ക്വയർ 4/2 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, അപ്പൊ ഇവിടെ വെട്ടിയിട്ട് എന്താക്കാം, ഇവിടെ 2 എന്നാക്കാം. 9.8 ഇൻറ്റു 2 വരും അല്ലെ. 9.8 ഇൻറ്റു 2 എത്ര കിട്ടി, 19.82 എന്ന് വരും അല്ലെ. 19.6 എന്ന് കിട്ടും അല്ലെ. ഓക്കെ അല്ലെ. അപ്പൊ എന്ത് കിട്ടി, ഉയരം കിട്ടി അല്ലെ, ഹൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആരെയാ നമുക്ക് കാണാനുള്ളത്, യെസ്, ഈ തൊട്ട് അല്ലെ, ഇവിടെ തൊടുമ്പോ ഉള്ള ഈ ഒരു വെലോസിറ്റി നമുക്ക് കാണാനുണ്ട് അല്ലെ. വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലെ, യു പ്ലസ് ജി ടി എന്ന് വരും, വി ഈക്വൽ ടു യു പ്ലസ് ജി ടി അല്ലെ. യു എത്രയാണ്, തൊടുമ്പോ അല്ലെ, മേലേന്ന് ഇടുമ്പോ എത്രയാ, u0 പ്ലസ് ജി അല്ലെ, ജി എത്ര വരും, ജി ഈസ് ഈക്വൽ ടു 9.8, ടി എത്രയാ, 2. അപ്പൊ 9.8 ഇൻറ്റു 2, 9.8 ഇൻറ്റു 2 എത്ര കിട്ടും, 19.6 അല്ലെ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ ഉയരവും 19.6 ആണ് കിട്ടിയിട്ടുള്ളത്, പ്രവേഗം വെലോസിറ്റിയും 19.6 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ മീറ്ററിന് എഴുതും, ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതും. ക്ലിയർ ആണല്ലോ? യെസ്, ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എക്സാമ്പിൾസ് ഓഫ് സർക്കുലർ മോഷൻ ഫ്രം ദി ഫോളോയിങ് ആൻഡ് ടാബുലേറ്റ്. ഇവിടെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്, അതിൽ നിന്നും സർക്കുലർ മോഷൻ ഏതാണ് നോക്കാം. ഇലക്ട്രോൺസ് റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ്, യെസ്, അത് സർക്കുലർ മോഷൻ ആണ്. എ ചൈൽഡ് റണ്ണിങ് എ 100 മീറ്റർ സ്പ്രിന്റ്, 100 മീറ്റർ സ്പ്രിന്റ് എങ്ങനെയാ, നേരെയാണ്, അത് സർക്കുലർ ആണോ, ഇതല്ല. പ്ലാനറ്റ്സ് റിവോൾവിംഗ് അറൌണ്ട് ദ സൺ, യെസ്, അത് സർക്കുലർ മോഷൻ ആണ്. എ ട്രെയിൻ റണ്ണിങ് അലോങ് എ റെയിൽവേ ട്രാക്ക് വിത്ത് നോ കേർവ്, വളവും തിരിവും ഇല്ലാണ്ട് ട്രെയിൻ ഇങ്ങനെ പോകുന്നത് സർക്കുലർ ആണോ, അല്ല. മൂൺ ഓർബിറ്റിംഗ് അറൌണ്ട് ദി എർത്ത് അല്ലെ, എർത്തിന് ചുറ്റും മൂണ് കറങ്ങുന്നത്, യെസ്, സർക്കുലർ മോഷൻ ആണ്. അപ്പൊ ഇലക്ട്രോൺ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ്, പ്ലാനറ്റ്സ് റിവോൾവിംഗ് അറൌണ്ട് ദ സൺ, മൂൺ ഓർബിറ്റിംഗ് അറൌണ്ട് ദ സൺ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, സർക്കുലർ മോഷന് എക്സാമ്പിൾ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. What will be the weight of an object of mass 10 kg on a planet having twice the mass and 3 times the radius of the earth? എന്താ പറയുന്നത്, ഒരു എർത്തിന്റെ പ്ലാനറ്റിന്റെ 2 ഇരട്ടി മാസും അതില് 3 ഇരട്ടി റേഡിയസുമുള്ള ആ ഒരു പ്ലാനറ്റില് ഒരു 10 kg മാസ് ഉള്ളതിന്റെ വെയിറ്റ് എത്രയായിരിക്കും എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നും കൂടി ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ഇപ്പൊ ഇത് നമ്മളുടെ ഏർത്ത് എന്ന് വിചാരിക്കും, ഇത് നമ്മളുടെ ഏർത്ത്. ഓക്കെ, ഇതില് ഒരു 10 kg എന്ത് വെച്ചിട്ടുണ്ട്, മാസ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഏർത്തിലുള്ള ഈ ഒബ്ജക്റ്റിന്റെ മാസ് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ, സോറി, വെയിറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. F ഈക്വൽ ടു mg ആണ് അല്ലെ. എം എത്രയാ, 10 ഇൻറ്റു ജി എത്രയാ,
ഏർത്ത് ആയതുകൊണ്ട് 9.8 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ 98 ന്യൂട്ടൺ ആൻസർ കിട്ടും. ഇതല്ല നമ്മളുടെ ക്വസ്റ്റ്യൻ. എന്താ നമ്മളുടെ ക്വസ്റ്റ്യൻ? ഈ 10 kg വേറൊരു പ്ലാനറ്റിലേക്ക് കൊണ്ടുപോയി. ആ പ്ലാനറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് എർത്തിന്റെ മാസിന്റെ 2 ഇരട്ടി, അതായത് എർത്തിന്റെ മാസിന്റെ 2 ഇരട്ടിയാണുള്ളത്. അതേപോലെ തന്നെ എർത്തിന്റെ റേഡിയസിന്റെ എത്രയാണ്? 3 ഇരട്ടി റേഡിയസും ഉണ്ടെങ്കിൽ, എർത്തിന്റെ മാസിന്റെ 2 ഇരട്ടി മാസും എർത്തിന്റെ റേഡിയസിന്റെ 3 ഇരട്ടി റേഡിയസും ഉണ്ടെങ്കിൽ ആ 10 kg ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എത്രയായിരിക്കും എന്നാ ചോദിച്ചത്. വെയിറ്റ് കാണേണ്ട ഇക്വേഷൻ ഇവിടെയും എന്ത് തന്നെയാണ്? mg തന്നെയാണ്. മാസ് എത്രയാണ്? 10 തന്നെയാണ്. പക്ഷെ ഇവിടെ g ഉണ്ടോ നമ്മളുടെ കയ്യിൽ? ഇല്ല, g ഇല്ല. അപ്പൊ ഈ എർത്തിന്റെ 2 ഇരട്ടി മാസും 3 ഇരട്ടി റേഡിയസും ഉള്ള ഈ ഒരു പ്ലാനറ്റിന്റെ എന്ത് കാണണം? നമ്മൾ ആദ്യം g കാണണം. എന്ത് കാണണം? നമ്മള് g കാണണം. അപ്പൊ ഇതൊന്ന് ഞാൻ ഇറേസ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് ഇറേസ് ചെയ്ത്, അപ്പൊ എർത്തിന്റെ 2 ഇരട്ടി മാസാണ്. എർത്തിന്റെ 2 ഇരട്ടി മാസും 3 ഇരട്ടി റേഡിയസും ഉണ്ടാവണം അല്ലെ? വെയിറ്റ് കാണേണ്ട ഇക്വേഷൻ എന്താ? mg ആണ്. m നമ്മളുടെ കയ്യിലുണ്ട്, അത് എത്രയാ? 10 കിലോ ആണ്. g നമ്മളുടെ കയ്യിലില്ല. അപ്പൊ g കണ്ടുപിടിക്കണം. അപ്പൊ g എങ്ങനെയാ കാണുക? g is equal to എന്താ ഇക്വേഷൻ? gm by r square. g is equal to gm by r square ആണ് നമ്മളുടെ ഇക്വേഷൻ. ഇനി എന്താ ചെയ്യേണ്ടത്? g കണ്ടുപിടിക്കാം. g കണ്ടുപിടിച്ചോ? എങ്ങനെ കണ്ടുപിടിക്കാം? യെസ്, പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? g ഇൻറ്റു മാസ് എന്ന് പറയുന്നത് എത്രയാ? 2 ഇരട്ടിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2m ബൈ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാ? 3 ഇരട്ടിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് വരും? 3r സ്ക്വയർ എന്ന് വരും അല്ലെ? r സ്ക്വയർ ആണെങ്കിൽ 3r സ്ക്വയർ. അപ്പൊ എന്ത് വരും? ഈ രണ്ടിനെ ഞാൻ ഒന്ന് പുറത്തേക്ക് ഇടുന്നുണ്ട്. അപ്പൊ 2 ഇൻറ്റു gm അല്ലെ? 2 ഇൻറ്റു gm ബൈ ഇനി എന്താ? 3ന്റെ സ്ക്വയർ. 3ന്റെ സ്ക്വയർ എത്രയാ? 9. 6ന്റെ സ്ക്വയർ r സ്ക്വയർ. അപ്പൊ 9നെ ഞാൻ പുറത്തിടുന്നുണ്ട്. അപ്പൊ 9r സ്ക്വയർ എന്ന് വന്നു അല്ലെ? അപ്പൊ നിങ്ങൾ നോക്കിക്കോളെ, ഈ 2/9 ഞാൻ മാറ്റി എഴുതി. 2.9 ഇൻറ്റു എന്ത് വരും? gm ബൈ r സ്ക്വയർ. gm ബൈ r സ്ക്വയർ. ഇനി ഞാനൊരു സംശയം ചോദിക്കട്ടെ നിങ്ങളോട്. ഈ gm ബൈ r സ്ക്വയറിന്റെ വില നിങ്ങൾക്കറിയോ? ഈ gm ബൈ r സ്ക്വയറിന്റെ വില നിങ്ങൾക്ക് അറിയാമോ? ആടാ, നമുക്ക് അറിയാം. gm ബൈ r സ്ക്വയറിന്റെ വില എത്രയാ? 9.8 അല്ലേ? ഭൂമിന്റെ ആണെങ്കിൽ g is equal to 9.8 meter per second square നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? g കാണേണ്ട ഇക്വേഷൻ ആണ് gm by r square. അപ്പൊ gm by r square എത്രയാ? 9.8 അല്ലെ? ആ 9.8 ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 2/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇല്ലാണ്ട് g ന്റെ വാല്യൂ 6.67 into 10 raised to minus 11, m ന്റെ വാല്യൂ അത് 6 into 10 raised to അത്, r ന്റെ വാല്യൂ അത് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ gm by r square നമുക്ക് 9.8 തന്നെയാ കിട്ടുക. അത് പിന്നെയും നിങ്ങൾ പോയിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഈ gm by r square ഓൾറെഡി നമുക്ക് അറിയാം 9.8 ആണ്. അത് ഭൂമിന്റെ ആണ് അല്ലെ? ഭൂമിന്റെ gm by r square 9.8. അതിന്റെ കൂടെ 2/9 കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ആളുടെ കിട്ടും. അപ്പൊ എന്ത് വരും? 2/9 ഇൻറ്റു 9.8 അല്ലെ? അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഇവിടെ 9.8 10 ഇത് ഏകദേശം നമുക്ക് 2.17 എന്ന് കിട്ടും. 2.17 എന്ന് കിട്ടും. ഇതെന്തെന്നാ? ഇത് ജിന്റെ വിലയാണ്. ഇതെന്തെന്നാ? ജിന്റെ വില അല്ലെ? ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലെ? അപ്പൊ m എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 10 അല്ലെ? ഇൻറ്റു ജി എത്രയാ? 2.17. ജി 2.17. അപ്പൊ 10 ഇൻറ്റു 2.17 എത്ര കിട്ടും? 21.7 ന്യൂട്ടൺ എന്ന് കിട്ടും അല്ലെ? 21.7 ന്യൂട്ടൺ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ ആൻസർ അല്ലെ? ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പോവാനായിട്ട് പോകുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ. ദ മാസ് ഓഫ് എ പ്ലാനറ്റ് ഈസ് ഹാഫ് ഓഫ് ദി എർത്ത്. നേരത്തെ പോലെ തന്നെ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. മാസ് ഓഫ് എ പ്ലാനറ്റ് എന്താ? ഹാഫ് ഓഫ് ദി എർത്ത്. എർത്തിന്റെ പകുതിയുള്ളൂ ഒരു പ്ലാനറ്റ്. അതിന്റെ റേഡിയസ് 1/4. എർത്തിന്റെ 1/4 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദ പ്ലാനറ്റ് ഈസ് ഡാഷ് ടൈംസ് ദാറ്റ് ഓഫ് ദി എർത്ത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആ പ്ലാനറ്റിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാ കാണേണ്ടത്. എന്താ അവിടെ ചോദ്യം ഉള്ളത്? നമുക്ക് ഭൂമിയുണ്ട് അല്ലെ? ഭൂമിന്റെ m ഉണ്ട്, r ഉണ്ട്. ഇതല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വേറൊരു പ്ലാനറ്റ് ഉണ്ട്, അതിന്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിന്റെ മാസിന്റെ പകുതിയാണ്, m/2 ആണ്. റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഭൂമിന്റെ റേഡിയസിന്റെ 1/4 ആണ്. അപ്പൊ എന്ത് വരും? r/4 എന്ന് വരും അല്ലെ? ഇനി എന്താ കാണേണ്ടത്? ഇതിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വിലയാണ് കാണേണ്ടത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാം. g is equal to എന്താണ്? gm by r square. g is equal to gm by r square അല്ലെ? g അവിടെ തന്നെ വെച്ച് അല്ലെ?
എം എത്ര എവിടെ ആയിട്ടുള്ളത് m/2 ആണ്. അപ്പോൾ വേറൊരു കളറിൽ എഴുതാം, അതായിരിക്കും കുറച്ചും കൂടി നല്ല അല്ലെ. എം എത്ര എവിടെ m/2 പകുതി ആയിട്ടുണ്ട്, m/2 ആണ് അല്ലെ. ഇനി ആരാ ഉള്ളത്, റേഡിയസ് എത്ര ആയിട്ടുണ്ട് 6/4 ഉണ്ട് അല്ലെ. അപ്പൊ 6/4 സ്ക്വയർ, 6/4 സ്ക്വയർ അല്ലെ. അപ്പൊ എന്ത് വരും, GM അല്ലെ, GM ഡിവൈഡഡ് ബൈ 2 ഇവിടെ ഓൾറെഡി ഉണ്ട്, 2 ഇൻറ്റു 6 സ്ക്വയർ എന്ത് വരും, 6 സ്ക്വയർ ബൈ 4 സ്ക്വയർ എത്ര 16 അല്ലെ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി എന്താ സംഭവിക്കേണ്ടത്, ഇനി ഒന്നുമില്ല അല്ലെ, ഇനി ഒന്ന് മാറ്റി എഴുതിയാൽ മതി അല്ലെ. ഇവിടെ ഇങ്ങനെ താഴെയുള്ള ആൾ എന്ത് ചെയ്യും, മുകളിലേക്ക് പോലെ. അപ്പൊ മേലെ GM/2R സ്ക്വയർ. ഇനി ഈ 16 എന്നുള്ള ഇടത്തേക്ക് പോകും, മേലേക്ക് പോകും അല്ലെ, ഇൻറ്റു എന്ത് വരും 16 എന്ന് വരും. നമ്പേഴ്സിനൊക്കെ നമ്മൾ നേരത്തെ പുറത്താക്കിയ പോലെ ഇയാളെയും പുറത്താക്കുക അല്ലെ. അപ്പൊ 16/2 എന്ന് വരും, ഇവിടെ എന്ത് വരും GM/R സ്ക്വയർ എന്ന് വരും. 16/2 എത്രയാ, 16/2 എത്രയാ 8 എന്ന് കിട്ടും അല്ലെ. ഇതൊന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുന്നുണ്ട്, 8 GM/R സ്ക്വയർ, 8 GM/R സ്ക്വയർ. ഇതെന്താ, ഇത് നമ്മളുടെ ഭൂമിന്റെ ആണ് അല്ലെ, ഇത് നമ്മളുടെ ഭൂമിന്റെ ആണ്. അപ്പൊ ഭൂമിന്റെ എത്ര മടങ്ങാ ഇവിടെ കിട്ടിയിട്ടുള്ളത്, 8 മടങ്ങ് എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. എത്രയാ കിട്ടിയിട്ടുള്ളത്, ഭൂമിന്റെ 8 മടങ്ങ്, ഭൂമിന്റെ 8 മടങ്ങ്. ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണം അല്ലെ, ഗ്രഹത്തിന്റെ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്ര 8 മടങ്ങ് എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓപ്ഷൻസ് കൂടി ഒന്ന് നമുക്ക് നോക്കാം അല്ലെ. ഓപ്ഷൻസിൽ ഇവിടെ എന്താ ഉള്ളത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദ പ്ലാനറ്റ് ഈസ് ഡാഷ് ടൈംസ് ദാറ്റ് ഓഫ് ദ എർത്ത്. എത്രയാണ്, 8 അല്ലെ, 8 മടങ്ങാണ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ, യെസ്. അങ്ങനെ അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എ ബോഡി ഫാളിംഗ് ഫ്രീലി ഫ്രം എ certain height takes 50 seconds to reach the ground. ഏതോ ഒരു പ്ലാനറ്റ് എവിടുന്നോ ഒരു ബോഡി താഴേക്ക് വീഴുന്നുണ്ട്, എത്ര സമയം എടുത്തിട്ട് 50 സെക്കൻഡ് കൊണ്ട്. ഓക്കെ, അതേ സാധനം തന്നെ how much time will the same object take to fall from the same height on another sphere having twice the radius and twice the mass of the earth. ഞാൻ പറഞ്ഞുതരാം, ക്വസ്റ്റ്യൻ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഭൂമിയുണ്ട്, ഭൂമിയോ ഏതോ ഒരു പ്ലാനറ്റ്, ഓക്കെ, എവിടെയോന്ന് എന്ത് ചെയ്യാം, ഒരു ഹൈറ്റിന്ന് ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വീഴാൻ 50 സെക്കൻഡ് എടുത്ത്. ഓക്കെ, ഇതേ സാധനം തന്നെ വേറൊരു പ്ലാനറ്റിന്ന് ഇതേ ഹൈറ്റിൽ തന്നെ വീഴാൻ എടുത്ത ടൈമാണ് നമുക്കിവിടെ കാണേണ്ടത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വീഴാൻ എടുത്ത സമയം 50 സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ഇതേ ഹൈറ്റിൽ നിന്നും ഈ രണ്ടാമത്തെ പ്ലാനറ്റിന് എർത്തിന്റെ 2 ഇരട്ടി മാസം ഉണ്ട്, എർത്തിന്റെ 2 ഇരട്ടി റേഡിയസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുത്തേൽ നിന്ന് വീഴുകയാണെങ്കിൽ എത്ര സമയം കൊണ്ട് എത്തും എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ സമയം അറിയാം, ഇവിടെ സമയം അറിഞ്ഞൂടാ. അപ്പൊ ഇവിടുത്തെ സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്ക് വേറൊരു ക്ലൂവും കൂടി തന്നിട്ടുണ്ട്. ഇവിടുത്തെ ക്ലൂ എന്താ തന്നിട്ടുള്ളത്, എത്രയാണോ ഇവിടുത്തെ ഹൈറ്റ് അതേ ഹൈറ്റ് തന്നെയാണ് ഇവിടെയും വീഴുന്നതെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടൈം കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ഇവിടുത്തെ ഹൈറ്റ് കിട്ടണമെങ്കിൽ ആദ്യം ഇവിടത്തെ ഹൈറ്റിനെ കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ ഹൈറ്റ് കാണേണ്ട ഇക്വേഷൻ എന്താ, S is equal to ut plus half GT സ്ക്വയർ അല്ലെ. യു എത്രയാ, യു എന്തായിരിക്കും, മേലേന്ന് താഴേക്ക് ഇടുകയാണെങ്കിൽ u 0, u ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ജി എത്രയായിരിക്കും, ജി നമുക്കൊന്ന് ക്വസ്റ്റ്യനിൽ നോക്കാം. ജി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് തന്നെ എഴുതാം അല്ലെ. ബോഡി ഫാളിംഗ് ഫ്രീലി ഫ്രം എ certain height takes to reach the ground. How much time will the same object take to fall from the same height on another sphere having twice the radius and twice the mass of the earth എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ആദ്യത്തെ ഒബ്ജക്റ്റ് എവിടെ തന്നെയാണുള്ളത്, എർത്തിൽ തന്നെയാണ് ഉള്ളത് അല്ലെ. അപ്പൊ ജി ഇവിടെ ഞാൻ തൽക്കാലത്തേക്ക് 10 എടുക്കുന്നുണ്ട്, കാരണം 9.8 എടുത്തു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ കുറച്ച് പ്രയാസമായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ ഞാൻ G10 എടുത്ത് ഇൻറ്റു ടി സ്ക്വയർ എത്രയാണ്, 50 ആണ് അല്ലെ. അപ്പൊ 50ന്റെ സ്ക്വയർ എന്ന് കിട്ടും അല്ലെ. ഇതൊന്ന് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ 0 ഇൻറ്റു ടി 0 പ്ലസ് 10/2 എത്ര 5 ഇൻറ്റു 50ന്റെ സ്ക്വയർ എത്ര 25,000 അല്ലെ, സോറി 2500 അല്ലെ. അപ്പൊ 5 ഇൻറ്റു 2500 ആൻസർ എത്ര കിട്ടും, 12,500 എന്ന് കിട്ടും അല്ലെ. 12,500 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നിന്ന് കല്ല് വീണിട്ടുള്ള ഉയരം എത്ര, 12,500 മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഇവിടുന്ന് വീണേ. അങ്ങനെയാണ് ഇവിടുത്തെ ഉയരം എത്രയായിരിക്കും, 12,500 മീറ്റർ തന്നെയായിരിക്കും ഇവിടുത്തെയും ഉയരം അല്ലെ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതിയടാ, ഇവിടുത്തെ എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഇവിടുത്തെ സമയം കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ സമയം കണ്ടുപിടിക്കാം, എങ്ങനെ സമയം കണ്ടുപിടിക്കാം, S is equal to ut plus half GT സ്ക്വയർ അല്ലെ. അപ്പൊ എസ് ആണ് നമുക്ക് കാണേണ്ടത്. എസ് കിട്ടി എത്ര, 12,500 അല്ലെ. അപ്പൊ 12,500 ഇസ് ഈക്വൽ ടു യു എത്രയാ, u 0 അല്ലെ. അപ്പൊ 0 പ്ലസ്
ഹാഫ് ഇൻറ്റു ഇവിടുത്തെ ജി എത്രയായിരിക്കും എടാ? ജി എത്രയായിരിക്കും? ഇവിടെ ജി തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്. രണ്ടരട്ടി മാസ് ഉണ്ട്, രണ്ടരട്ടി റേഡിയസും ഉണ്ട് അല്ലെ. അപ്പൊ ജി കാണാ, ജി ഈസ് ഈക്വൽ ടു എന്താണ്? ജി എം ബൈ ആർ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ജി ഇൻറ്റു രണ്ടരട്ടി മാസ്, അപ്പൊ എന്ത് വരും? 2m ബൈ ആർ എത്രയാ? രണ്ടരട്ടി. അപ്പൊ 2r സ്ക്വയർ. അപ്പൊ എന്ത് വരും? 2gm ബൈ രണ്ടിന്റെ സ്ക്വയർ 4 അല്ലെ. അപ്പൊ 4 ഇൻറ്റു ആർ സ്ക്വയർ എന്ന് വരും. 2/4, 2/4 എത്രയാ? 1/2 അല്ലെ. 1/2 gm ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. gm ബൈ ആർ സ്ക്വയറിന്റെ വില എത്രയാ? 9.8. ഒന്ന് ഇവിടെ എഴുതുന്നുണ്ട്. ഹാഫ് gm ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടി. gm ബൈ ആർ സ്ക്വയറിന്റെ വില എത്രയാ? 9.8 അല്ലെ. 9.8 അല്ലെങ്കിൽ 10 എടുക്കുക. കാൽക്കുലേഷൻ എളുപ്പം അതായിരിക്കും അല്ലെ. അപ്പൊ gm ബൈ ആർ സ്ക്വയർ 10 എടുത്ത്, അപ്പൊ 10 അല്ലെ. അപ്പൊ 10/2 എന്ന് വരും അല്ലെ. 1/2 ഈ gm ബൈ ആർ സ്ക്വയർ 10, അപ്പൊ ബൈ 2, 10/2 എത്ര കിട്ടി? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ ഇവിടെ ജീന് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കും? 5 ഇട്ട് കൊടുക്കും അല്ലെ. അപ്പൊ 5 ഇൻറ്റു ടി സ്ക്വയർ. ടി എത്രയാ? ടി സ്ക്വയറിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. എത്ര സമയം കൊണ്ട് അവിടെ എത്താന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടി സ്ക്വയർ ഇട്ട് കൊടുത്ത്. അപ്പൊ ഇനി ഇവിടെ നോക്കിക്കോളൂ. 12,500 ഇസ് ഈക്വൽ ടു 5/2. 5/2 എത്രയാ? യെസ്, 2.5 ടി സ്ക്വയർ എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഇതിനെ ഇങ്ങോട്ടേക്ക് എടുക്കും അല്ലെ. അപ്പൊ 12,500 ബൈ 2.5 ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ. 12,500 ബൈ 2.5 ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ. ഇനി എന്ത് ചെയ്യും? 12,500 ബൈ 2 എത്രയാ? ഏകദേശം നമുക്ക് 12 ഇൻറ്റു 10 അല്ലെ. ഇവിടെ ഒരു ഇൻറ്റു 10ഉം ഇവിടെ ഒരു ഇൻറ്റു 10ഉം ചെയ്ത് കഴിഞ്ഞാൽ 12 5ഉം 3 0 ബൈ 25 എന്ന് കിട്ടും അല്ലെ. 125. 25 എത്ര പ്രാവശ്യം പോവും? അപ്പൊ ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ എന്ന് കിട്ടി അല്ലെ. അപ്പൊ ഏകദേശം ഇവിടെ നമുക്ക് ഇത് ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5000 എന്ന് കിട്ടും അല്ലെ. ടി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 5000 എന്ന് കിട്ടും. ടി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 5000. ഇത് ഇങ്ങനെ എഴുതി വെച്ചാൽ മതിയാവും. പക്ഷെ നമുക്ക് ആൻസറിൽ കൊടുത്തിട്ടുണ്ട് റൂട്ട് 5000 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 2500 ഇൻറ്റു 2 എന്ന് എഴുതാം. 2500 ഇൻറ്റു 2 എത്രയാ? 5000 തന്നെയാ അല്ലെ. 2500 ഇൻറ്റു 2, 2500 എന്തിന്റെ റൂട്ടാ? 50ന്റെ റൂട്ടാ. അപ്പൊ 50 റൂട്ട് 2 എന്നും കൂടി എഴുതാം. ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് അങ്ങനെ കണ്ട് വരത്തില്ല. ക്വസ്റ്റ്യൻസ് എക്സാമിന് കൊണ്ടുവരത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇവിടുന്ന് ഞാൻ ടി സ്ക്വയറിന് കണ്ടുപിടിച്ചതാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ടി സ്ക്വയർ 125 ഡിവൈഡ് ചെയ്ത് നോക്കാം. 125 3 0 അല്ലെ. 25 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം പോകും അല്ലെ. 5 ഇൻറ്റു 2 125 1 2 3 5000 കിട്ടി. അങ്ങനെയാണ് ടി സ്ക്വയർ എനിക്ക് ഇവിടെ എന്ത് കിട്ടിയത്? 5000 കിട്ടിയത്. അപ്പൊ ടി ആണെങ്കിൽ എന്താ? റൂട്ട് 5000 എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, റൂട്ട് 5000. റൂട്ട് 5000 ഞാൻ ഒന്നും കൂടി 2500 ഇൻറ്റു 2, 2500ന്റെ 50 ആണ് അല്ലെ. റൂട്ട് 2500 വെച്ചാൽ 50 അല്ലെ. അപ്പൊ 50 റൂട്ട് 2 എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇനി നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ദ മാസ് ഓഫ് എൻ ഒബ്ജക്ട് ഈസ് 100 kg. ഒബ്ജക്റ്റിന്റെ മാസ് 100 kg ആണ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ്സ് ഇറ്റ് വെയിറ്റ് അറ്റ് ദ സെന്റർ ഓഫ് ദി എർത്ത്. എർത്തിന്റെ സെന്ററിൽ കാണാം, പോളാർ റീജിയനിൽ കാണാം, ഇക്വേറ്റോറിയൽ റീജിയനിൽ കാണാം, മൂണിൽ കാണാം, ജൂപ്പിറ്ററിൽ കാണാം. ജൂപ്പിറ്ററിന്റെ ജി വാല്യൂ തന്നിട്ടുണ്ട് 23.1 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് എർത്തില് അല്ലെ. എർത്തിന്റെ സെന്ററിലാണ്. ഏർത്ത് സെന്റർ കേട്ടോ. ഏർത്തിന്റെ സെന്ററിൽ വെയിറ്റ് ആണ് കാണേണ്ടത് അല്ലെ. അപ്പൊ W is equal to mg ആണ്. സെന്ററിൽ എന്താണ്? ജിന്റെ വില എന്താ? 0. അപ്പൊ m ഇൻറ്റു 0 is equal to 0 എന്ന് കിട്ടും അല്ലെ. സെന്ററിൽ കിട്ടി. ഇനി എന്താ? പോളാർ റീജിയൻ അല്ലെ. പോളാർ റീജിയനിൽ W is equal to mg ആണ്. പോളാർ റീജിയനിലെ M100 ആണ്. പോളാർ റീജിയനിലെ എത്രയായിരുന്നു? കൂടുതലായിരുന്നു അല്ലെ. 9.83 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പോളാർ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ 9.83. അപ്പൊ 100 ഇൻറ്റു 9.83 എത്ര കിട്ടി? 983 ന്യൂട്ടൺ എന്ന് കിട്ടും അല്ലെ. 983 ന്യൂട്ടൺ എന്ന് കിട്ടും അല്ലെ. ഇനി എന്താ? ഇക്വേറ്ററിൽ അല്ലെ. ഇക്വേറ്ററിൽ എത്രയായിരുന്നു? ഇക്വേറ്ററിൽ W is equal to mg. m എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഇൻറ്റു ഇക്വേറ്ററിൽ എത്രയായിരുന്നു? 9.78. കുറവാണ് അല്ലെ. 9.78. അപ്പൊ എന്ത് വരും? 978 ന്യൂട്ടൺ എന്ന് കിട്ടും അല്ലെ. ഇനി എന്താ? മൂണില് അല്ലെ. മൂണില് W is equal to mg ആണ്. m എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ആണ്. g എത്രയാണ്? 1.62 ആണ്. അപ്പൊ എന്ത് കിട്ടി? 162 ന്യൂട്ടൺ എന്ന് കിട്ടും അല്ലെ. 162 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി ജൂപ്പിറ്ററിൽ അല്ലെ. ജൂപ്പിറ്ററിൽ W is equal to
mg അല്ലെ. m എത്രയാ 100 തന്നെയാണ്. ജൂപ്പിറ്ററിന്റെ g വാല്യൂ നമുക്ക് തന്നിട്ടുള്ളത് 23.1 ആണ്. അപ്പൊ 23.1 into 100 എത്ര കിട്ടി? 2310 ന്യൂട്ടൺ എന്ന് കിട്ടും അല്ലെ. ഇത്രയും ന്യൂട്ടൺ എന്ന് കിട്ടും. ഇത് വളരെ സിമ്പിൾ ആ, വെറുതെ g വാല്യൂ കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അല്ലെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.